Happy birthday to you. കല്ലേ മാങ്ങ ചക്ക ഇന്ന് സോയിക്കുട്ടിക്ക് അതെ ചക്ക 4 ചക്ക ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അയ്യോ ഒരു ഗിഫ്റ്റ് ഉണ്ട് പാപ്പറ ഞാൻ മറന്നു പോയി. 1 2 3 ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമുക്ക് സുന്ദരി കോതാക്കെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ടോ. അപ്പോൾ പുനസ് ഇന്ന് 5 വയസ്സായിട്ടോ. അപ്പം നമുക്ക് സുന്ദരി കോതാക്ക് കുഞ്ഞു കേക്ക് രാവിലെ നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പം നമുക്ക് സുന്ദരി കോതാക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി അകത്ത് പോവാം. പിന്നെ ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. അപ്പം നമുക്ക് സർപ്രൈസ് കൊടുക്കാം അല്ലേ അപ്പേ? ഗുഡ് മോർണിംഗ് അമ്മ പറ. പറഞ്ഞ വഴി അത് നിങ്ങൾ മിണ്ടാതെ ആയില്ലോടെ പാവങ്ങള്. അത് ഇത് തന്നെ പഠിപ്പിക്കാണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞു. ഞാൻ പറയുന്നത് എല്ലാവർക്കും പേര് പറയുമ്പോ കേക്ക് ഹാപ്പി ബർത്ത്ഡേ പുനൂഷ്. ഇതേ അപ്പം നമുക്ക് ചിന്തരിക്കൊരാൾക്ക് കേക്ക് കട്ട് ചെയ്യാട്ടോ. വാ. Happy birthday to you ചിന്തരിക്കോത. Happy birthday to you. Happy birthday dear പുന്നിശേ. Happy birthday to you. ഇഷ്ടപ്പെട്ടില്ലേ കേക്ക് നോക്കൂ. ഹാപ്പി ബർത്ത്ഡേ. നോക്കൂ അതെ പൊന്നസിന്റെ കൂട്ടുകാരി ഇവിടെ ഉണ്ട്. അതിലു വാ കേക്ക് കട്ട് ചെയ്യാം. വാ ലുക്കം അതിലും വരൂ. വായു വായു പെട്ടെന്നോ കട്ട് ആടിയിലേക്കും പിടിച്ച് ആടിയിലും വെച്ചില്ലു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ പൊന്നസി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇല്ലോ ബർത്ത്ഡേകൾക്ക് കൊടുക്കുന്നതാ. ചോറല്ല പൊന്നസത്. ബർത്ത്ഡേകൾക്ക് കുക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിലേക്കും ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അപ്പ. ഏലുകത്തെ ക്രീം മാത്രം ഉണ്ടല്ലോ. ഗിഫ്റ്റ് വേണോ? വേണ്ടല്ലോ. വേണോ? പള്ളി പോണ്ടേ ഫസ്റ്റ് റെഡിയാവും. സുന്ദരി നമുക്ക് എല്ലാവരും റെഡി ആയി. ഞാനും പുന്നുസി ആജുല്യ നമുക്ക് പള്ളി പോണേ. അപ്പോൾ നമുക്ക് പുന്നുസയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാം. ചേട്ടൻ ഇതാ ഗിഫ്റ്റ് ഉണ്ടോ? റെഡി ആണോ? ആർ യു റെഡി? ഓക്കെ ലെറ്റ്സ് ഗോ. പോവാടില്ല പറയുമ്പോ കണ്ണു കൊടുക്കണം കേട്ടോ. ചേട്ടേ 1 2 3. ഇത് കണ്ടോ? അറിയായിരുന്നു നിനക്ക്? അങ്ങനെ അതല്ല അത് ഇതറിയായിരുന്നു. ഇത് പെട്ടെന്ന് ഹായെന്ന് പറഞ്ഞ മുമ്പ് കണ്ടായിരുന്നോ? എവിടെ കണ്ടായിരുന്നു? എവിടെ? നിന്റെ കയ്യില് ഇതിന്റെ ഇടയിൽ ഓട്ടേന്റെ കാണും. എന്താ കൈയുടെ ഇടയില്? ഇല്ല. ഇതാരെ തന്നു? പോപ്പി ചേട്ടാ തന്നു. താങ്ക് യു പറ. ഹഗ് കൊടുക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പള്ളി പോവാ. നോക്കട്ടെ ചവിട്ടി. അയ്യോ ഈ പെന്നെ എവിടെ ഉണ്ടോ? ഞാൻ വിചാരിച്ചു തായാലിട്ടു. ഇഷ്ടായോ? എന്തുവാ
നിങ്ങൾക്കത് പ്രശ്നമാണ്. അറിയില്ല ഇത് അതെ നല്ലോ എന്നാല് ഇത് വൈകിട്ട് വരുമ്പോ പോത്തിട്ട് പിടിക്കും. സർപ്രൈസ് ഉണ്ടെന്ന് പപ്പിച്ചേട്ടൊക്കെ സർപ്രൈസ് ഉണ്ടായിരുന്നു സൈക്കിള്. അപ്പൊ നമുക്ക് വേഗം പള്ളിക്ക് പോയിട്ട് വരാം. പിന്നെ നമുക്ക് വൈകുന്നേരം കുറച്ച് പരിപാടി ഉണ്ട്, സ്മോൾ പരിപാടി. എനിക്ക് തോന്നുന്നു പൊന്നച്ച് സൈക്കിള് കണ്ടിട്ടുണ്ട്. അതാണ് കണ്ടിട്ടില്ല. അവൾക്ക് മറ്റേ സൈക്കിൾ കൊണ്ട് ഭയങ്കര സന്തോഷം. ഈ സൈക്കിൾക്ക് അവൾക്ക് താല്പര്യം ഇല്ല. അതിക്ക് വേണ്ടി കുഞ്ഞു സൈക്കിളാ. അമ്മ ആദ്യം മേടിച്ചു തരണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാശില്ല, പിന്നെ മേടിച്ചാ. എപ്പൊ കാശ് കിട്ടുന്ന അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ദോശക്ക് വെള്ളം കൊണ്ടുപോയോ? വെള്ളം എടുക്കും. എവിടെ പോണ പണിതാ? തമ്പായിയാ കിട്ടി. അതാർക്ക ഫ്ലവർ 3 കിലോ അവിടെ 3 കിലോ മേടിക്കുന്നുണ്ടോ? ഓക്കെ. എന്താ ചെയ്യുന്ന എന്റെ പേര്? ദോശ തിന്നെ. ദോശ ചമ്മന്തി കഴിച്ചു. നമുക്ക് എവിടെ പോയി വന്നു? അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്ത? കളിച്ചു അല്ലേ? കല്ലി പെന്നെ. അവിടെ നമുക്ക് വീട്ടിലെത്തി പള്ളി പോയി വന്നു. ഇത് ചായ കുടിക്കുന്നു. പിന്നെ ഇത് വേഗം നമുക്ക് ഉച്ചത്തൊക്കെ കറി ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും കളിച്ചോ കേട്ടാ? അപ്പൊ ഇത് ഞാനും കുളിച്ചിട്ടില്ല. ഇപ്പോൾ വീട്ടിലേക്ക് പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ അമ്മച്ചിക്ക് ബീഫ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ അല്ല അമ്മേ? അമ്മക്ക് ബീഫ് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ കാരണം ഞാൻ അമ്മക്ക് പറഞ്ഞു അമ്മ വെച്ച് തന്നാ മതി പറഞ്ഞത്. കണ്ടോ നല്ല കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പൊ വെള്ളപ്പഴം ഞാൻ അമ്മക്ക് പറയും ഉണ്ടാക്കിത്താ പറയും. കൂട്ടുന്ന എങ്ങനെ നല്ല ഇന്നും അടിപൊളി ടേസ്റ്റ് ആക്കി തരുന്ന. നല്ലതല്ലെങ്കിൽ അത് പറയരുത്. അത് ശരി. അത് അതേപോലെ വെക്കാൻ പറ്റൂലല്ലോ. ചിലപ്പോ ഇത്തിരി കാണുമ്പോ നല്ല രുചി ഉണ്ട് മാതിരി തോന്നുന്നുണ്ട്. നോക്കാം. ഉപ്പിടാണ്ട് ഇറച്ചി കഴിച്ച മാതിരി. ഇല്ല ഞാൻ ഉപ്പിട്ട് കുറച്ച് ചിലപ്പം ഇതായിട്ടുണ്ടാവുക. ഞാൻ ബീറ്റ്റൂട്ട് കറി തോരന് വെച്ച്, അമ്മ മീൻ കറി വെച്ചാണ്. അപ്പൊ നമ്മുടെ ഏലക്കുട്ടി അമ്മ ബീഫ് കറി ഉണ്ടാക്കി. അപ്പൊ വൈകുന്നേരം നമുക്ക് ഇതുണ്ട് ചിക്കന്, പിന്നെ ഗീ റൈസ് അല്ലെ, ബിരിയാണി. ശരിക്കും ബിരിയാണി കുറച്ച് ചിക്കൻ സെപ്പറേറ്റ്, റൈസ് സെപ്പറേറ്റ്. പിന്നെ രാത്രി ആൾക്കാർ ഒത്തിരി കഴിക്കില്ലല്ലോ, ഉച്ചക്ക് മാത്രം കഴിക്കും. അപ്പൊ അങ്ങനത്തെ ഉണ്ട്. പിന്നെ നമുക്ക് ഐസ്ക്രീം മേടിക്കാം. അത് വൈകുന്നേരം കേക്ക് മേടിക്കുന്നു. ഓക്കെ. അപ്പൊ ഞാൻ വേഗം തുണി കഴുകട്ടെ, പിന്നെ കുളിച്ചിട്ട് ഫ്രഷ് ആവട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ആവണം. ബലൂണും അപ്പൊ കുറച്ച് പുണ്യസൊക്കെ വേണ്ടി ബലൂൺ ഉണ്ടല്ലോ ആ സിറ്റ് ഔട്ടില്, അവിടെ കുറച്ച് ഇങ്ങനത്തെ സ്ക്വയർ റൗണ്ട് പോലെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ബാപ്പറേ ഞാൻ വിക്കട്ടെ. എന്റെ അമ്മേ മാങ്ങ കട്ടില്. എന്റെ ചേച്ചി വന്നുട്ടോ. അതെ സാനുതി വന്നു. സാനുതിക്ക് ഹസ്ബൻഡ് എന്റെ ജീജാജി. ഞാനൊക്കെ വന്നു തൃശ്ശൂരിലെ ചക്ക. തൃശ്ശൂർക്ക് ചക്ക അല്ലേ, മാങ്ങ ചക്ക. ഇന്ന് സോയിക്കുട്ടിക്ക് ദേ ചക്ക 4 എല്ലാരും ചക്ക വേറ്റുന്നുണ്ട്. അതേ നശിച്ച് ആയി പറഞ്ഞു കൊടുത്തേ. ഇന്ന് നമുക്ക് പുണ്യസൊക്കെ ബർത്ത്ഡേ ഒക്കെ ഡെക്കറേഷന് നമ്മുടെ നസിര ചേച്ചി ചെയ്യൂട്ട്. അതെ, ആരെങ്കിലും താല്പര്യം ഉണ്ടോ പറഞ്ഞാൽ മതി കേട്ടോ. അതെ, നല്ല ഉണ്ടോ ചക്ക? നമുക്ക് എല്ലാരും ചക്ക പ്രാന്ത് ഉണ്ട് കേട്ടോ. നല്ല പഴുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല എല്ലാം നന്നാക്കി വെക്കും.
നല്ല മണമുണ്ടല്ലോ. മുറിച്ച് നോക്കട്ടെ. നോക്ക്, നല്ല മണമുണ്ട് ശരിക്കും. ഓ നല്ല മണം അല്ലേ? ചേട്ടനെ ആ നമ്മളെ ചക്കപ്രാന്ത് കണ്ടിട്ട് ഫോട്ടോ എടുത്ത് പെങ്ങൊക്കെ അയച്ചു. അതെ ഇത് വെട്ട് മുറിച്ച് നോക്കട്ടെ കേട്ടോ. അതെ മധുരമുണ്ടോ? എനക്ക് തോന്നി പുണ്യസൊക്കെ ബർത്ത്ഡേ ഉണ്ടാവൂല, ചക്ക പാർട്ടി ഉണ്ടാവും തോന്നി അല്ലേ? ചക്കപ്പാത്തി എടുക്കാം. ഇത് വേറെ ടേസ്റ്റ്, മധുരം ഉണ്ടോ? വേറെ ടേസ്റ്റ്. മധുരം ഉണ്ടോ? വേറെ ടേസ്റ്റ്. ആ അതെ, നമുക്ക് തയ്യാറ് സ്റ്റാർട്ട് ആയിട്ടുണ്ടോ ഡെക്കറേഷനൊക്കെ വേണ്ടി? ഞാൻ ഇത് തീരുമ്പതല്ല പറയാ ഇതിന്റെ ഒരു ഔട്ട് എന്താണെന്നുള്ളത് അത്രേ പറയാൻ പറ്റുള്ളൂ. കുട്ടി നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സാന്നിധ്യജി പോവും, പിന്നെ ജിജാജിയും പോവും. കുറച്ച് തിരക്കുണ്ടോ, പിന്നെ അവിടെ വീട്ടിലെ കുറച്ച് തിരക്കുണ്ടോ, അതിക്ക് വേണ്ടി നേരത്തെ പോന്നേ പറയണം. സങ്കടമായി പാവം. ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും എനിക്കിന് പൊട്ടിയില്ലാവും. പിന്നെ വരും. പക്ഷെ എല്ലാരും ചോദിക്കുന്നത് ആരാ 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 പറയാം. എന്റെ ചേച്ചിട്ടോ കസിൻ ചേച്ചിട്ടോ. ഓക്കെ ഓക്കെ जानूला गाड़ी में उतरना और के पहले आऊंगा वो आऊं तो घर में ला बाय बाय रास्ता बाय बाय ചേച്ചിയും പോയി, ചേട്ടൻ പോയി, അപ്പൊ ഞാനും പോയി, അങ്കമ്മല് പോയി കേക്ക് മേടിച്ചിട്ട് വരാ. അപ്പൊ ഇത് നമുക്ക് ഫൈനലി കാണിച്ചു കൊടുക്കാം. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല അതെ എന്താണെന്നറിയോ, കുറച്ച് ലീഫും കൂടെ. അപ്പൊ നല്ല രസം അടിപൊളി ആയിട്ടുണ്ട്. ഇതേ പുണ്യസൊക്കെ പേരും ഉണ്ട്. മേവ് എങ്ങനെ ഉണ്ടാമേ? പൊട്ടൂലേ? എന്താമേ? ഇല്ല, കുറച്ച് ഷൈനി ആയിട്ടിരിക്കും. കളർ മാറിയതല്ലേ കുറച്ച്. ചക്ക കേസ് പറഞ്ഞല്ലോ. ചക്കക്ക് നമുക്ക് ഇത് പഴുത്ത് ചക്ക ഫ്രീസറില് പഴുത്ത് അത് ഫ്രീസറില് പഴുത്ത് ചക്ക ഫ്രീസറിൽ വെച്ചിട്ടുണ്ടോ? മറ്റേ വേറെ ചക്ക ആവി വെട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ സമയമായി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ അടിപൊളി ഡെക്കറേഷൻ ആയിട്ടുണ്ടോ. അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് ഡെക്കറേഷൻ ചെയ്ത നസിര ചേച്ചി, പിന്നെ ആൻസി, അലിന എല്ലാരും ഒരുമിച്ച് ചെയ്താണ്. അപ്പൊ ജോമൻ ചേട്ടൻ വന്നിട്ടുണ്ടോ. ഇത് നമുക്ക് അപ്പുക്കുട്ടൊക്കെ ചേട്ടൻ, അപ്പൊ ചേട്ടന്റെ വൈഫ് നസിര ചേച്ചി, പിന്നെ മോൻ ക്രിഷ് ആയി വരും. യോ അപ്പൊ നമുക്ക് അപ്പച്ച വന്നോ? അപ്പച്ചൻ വന്നിട്ടുണ്ട്. അപ്പച്ച അപ്പച്ച ബാ കേക്ക് കട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. അമ്മച്ചി എല്ലാരും കാണിച്ചു കൊടുക്കാം. സുന്ദരി ഡ്രസ് കാണിച്ച് ഇങ്ങനെ കാണിച്ച്. ഓ സൂപ്പർ ഉണ്ടല്ലോ, നല്ല ഇഷ്ടായ ഡ്രസ് ആരോ ഉണ്ടാക്കി തന്നോ? അപ്പ അല്ലേ? ഇതില് പുണ്യക്ക് ഗിഫ്റ്റ് ഉണ്ട്, കേക്ക് കട്ട് ചെയ്യാലോ. ഈ കേക്ക് പുണ്യക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൽസക്ക് കേക്ക് എടുക്കാൻ, പുണ്യക്ക് വേണ്ട, ആനിമൽക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ആനിമൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. പുണ്യക്ക് കേക്ക് ഇഷ്ടായോ? അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാട്ടോ. വാടി ഇങ്ങ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ബാക്കില് വാ. ഹലോ മാൻ.
അപ്പൊ സുന്ദരിക്ക് പുണ്ണുസൊക്കെ ഞാൻ എപ്പോഴും മോതിരം ഇടുമ്പോ അവൾക്ക് മോതിരം വേണം പറയും. അപ്പൊ ഈ പ്രാവശ്യം ഞാനതേ പുണ്ണുസൊക്കെ കുഞ്ഞി ഒരു മോതിരം മേടിച്ചിട്ടുണ്ട്. നീ നോക്കോ സുന്ദരി നോക്ക് ഇട്ട് കൊടുക്കട്ടെ ഞാൻ. ഇങ്ങനെ നല്ലുണ്ടോ? താങ്ക് യു പറഞ്ഞേ. ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറഞ്ഞേ. ഓക്കെ ഞാൻ കൊടുക്കൂ ബേബിക്ക്. കുഞ്ചാപ്പച്ചക്ക് വായിലിട്ട് കൊടുക്കുന്നു. അയ്യോ നീ പോവോ കഴിച്ചോ ഗിഫ്റ്റ്. കോമഡിയല്ല കൊടുത്താ അനുസരിച്ച് ചാച്ചാരോ പിന്നെ കൊടുക്കാം. ഈ ജീരാഫിലെ കുറെ ഇതുണ്ട്. മതി മതി മതി. ഓക്കെ അമ്മക്ക് കൊടുക്കൂ. ഓക്കെ അപ്പൊ അടുത്ത നമുക്ക് നെക്സ്റ്റ് ഫുഡ് കഴിക്കാം കേട്ടോ. നമുക്ക് ഈ പ്രാവശ്യം കുറെ ആൾക്കാർക്ക് വിധിച്ചില്ലേ, നമുക്ക് സ്വന്തം ആൾക്കാർ മാത്രം ഉണ്ടോ? ഗിഫ്റ്റ് കൊടുക്കുക തീർന്നു. അയ്യോ ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് ഉണ്ട് പാപ്പറ, ഞാൻ മറന്നു പോയി. അപ്പൊക്കെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ പുണ്യശേക്ക് വേണ്ടി. ഓക്കെ നമ്മുടെ അപ്പൊക്കെ ഗിഫ്റ്റ് കിട്ടിട്ടില്ല ദേഷ്യം. അപ്പൊക്കെ ഗിഫ്റ്റ് കൊടുക്കും, സ്പെഷ്യൽ ഗിഫ്റ്റ് പുണ്യശേക്ക് വേണ്ടി. ഓപ്പൺ ചെയ്ത് നോക്കൂ. കൊറേ നാളെ ചോദിക്കുന്നുള്ളൂ. പോപ്പിച്ചേട്ടൻ ഞാൻ സൈക്കിൾ മേടിക്കായിരുന്നു. അപ്പൊ എന്റെ ഇടയ്ക്ക് പോപ്പിച്ചേട്ടൻ സൈക്കിൾ മേടിച്ചു കൊടുത്ത്. അപ്പൊ കൊറേ നാളെ പൊന്നൂസ് ചോദിക്കുന്നത്. അമ്മ മാതിരി അപ്പൊ പണക്കാരനല്ല, പൈസ ഇല്ല. ഓക്കെയാണോ? നിന്റെ ഡയമണ്ട് പോയി. നോക്കട്ടെ കേറിയാ നോക്കട്ടെ. നല്ല നല്ല സൂപ്പർ. അവിടെ നോക്കൂ ആന്റിക്ക് ഗിഫ്റ്റ്. ഇതെന്താ അമ്മ ചാക്കത്തി എടുത്തേ. ചക്ക പോലെയാ. ഊഞ്ഞാലും പുണ്യശേക്കും അവൾക്ക് എവിടെങ്കിലും തൂക്കി കൊടുക്കാം. നല്ല ലച്ചുണ്ടല്ലോ. അതെ ഊഞ്ഞാലത്. നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്കിത് ഫുഡ് കഴിക്കാം. ഇത് ആൻസിയുടെ ആണോ എന്റെ ആണെന്നുള്ളത്? ആൻസിയുടെ ആണോ എന്റെ ആണെന്നുള്ളത്? ഗിഫ്റ്റ് ഏത് ഇഷ്ടപ്പെട്ടത് പുണ്യശേക്ക്? രണ്ടെണ്ണം ഇഷ്ടപ്പെട്ട പറയും. അങ്ങനെ പറയില്ല. രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടോ? ഏറ്റവും കൂടുതൽ. അപ്പൊ പിന്നെ ഇത് ഇഷ്ടപ്പെട്ടില്ല നിന്റെ? ഇത് ഇഷ്ടപ്പെട്ടില്ല? നമുക്ക് ഫുഡ് ചിക്കന്, പിന്നെ റൈസ്, സലാഡ്, അച്ചാറ്, പിന്നെ ബീഫ്. ബീഫ് കൊടുത്തില്ലല്ലോ, മറന്നുപോയി. ബീഫും കൊടുക്കണം. അപ്പൊ അതെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ. എന്താ അച്ചാറ്? അപ്പൊ ചക്ക ഫുഡ് കഴിഞ്ഞേ കഴിച്ചോ? എന്താ എന്താ ബാബേ വെള്ളം വേണോ? വെള്ളം ദേ അവിടെ. അപ്പം ഫുഡ് കഴിക്ക്. അമ്മേ ബാ ഫുഡ് തിന്നാം. ഇനി എക്സാം കഴിഞ്ഞിട്ട് വരാട്ടോ. എക്സാം കഴിഞ്ഞിട്ട് കുറെ ദിവസം നിന്നാം. ഓക്കെ ഓക്കെ. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കൊറേ ദിവസം നിന്നാം, കളിക്കാം. ദേ പിന്നെ ആരെല്ലാം പോന്നു കേട്ടോ. പാവൻ നാളെ സ്കൂളല്ലേ. പുനസ് ഒറ്റക്കല്ലേ. അപ്പൊ അത് കാരണം ഞാൻ അവളും അങ്ങനെ ഒന്നുമില്ല. നമുക്ക് പാവമുണ്ട്.
ബൈ ബൈ ഹൈ ഫൈ കൊടുത്തേ ഗുഡ് ഗേ ബൈ പൊക്ക പൊക്ക അത് ആരെയല്ലൊക്കെ ഒരാള് വീട്ടിൽ ഫ്രണ്ട് അത് കഴിഞ്ഞിട്ട് ഫോണുള്ളൂ ഇന്ന് ഫോണില്ല പണിഷ്മെന്റ് ശരി ബൈ 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 ഓക്കെ ബൈ 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 ചക്കരെ അപ്പൊ നമുക്ക് നസിയ ചേച്ചി ചേട്ടന് കൊച്ചേ ക്രിസ്തുവാ ഒക്കെ പോണ എല്ലാരും പോയി ബർത്ത്ഡേ കഴിഞ്ഞു അപ്പൊ എല്ലാരും പോവാ ചക്കരെ ഓക്കെ ശരി ബൈ ബൈ ഓക്കെ ശരി കിച്ചിബാ അഗ്ഗതാ ഓ അന്നെ ഞാനിപ്പോ ആരെ അടിച്ചത് അപ്പൊ തന്നെ അടിക്കുന്നു ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് ബൈ ബൈ സോക്കിട്ടേ ഹാപ്പി ആയല്ലേ അപ്പൊ നാളെ പുണ്യസിന് ഹാപ്പി ആയി അപ്പൊ എല്ലാരും പോയി അപ്പൊ നാളെ പുണ്യസക്ക് സ്കൂളില് നമുക്ക് പുണ്യസക്ക് നാളെ സ്കൂളില് മിഠായി കൊടുത്ത് വിടണം എന്റെ പുണ്യച്ചൊക്കെ ഫ്രണ്ട്സൊക്കെ ടീച്ചർമാരൊക്കെ മിഠായി കൊടുത്ത് വിടണം അല്ല സുന്ദരി പുണ്യസ് ഹാപ്പി ആയോ നോക്കട്ടെ പുണ്യസ് ഹാപ്പി ആയോ നോക്കട്ടെ നോക്കട്ടെ ഹാപ്പി ആയോ സുന്ദരി അത് LKG പിന്നെ താരെ പുണ്യസക്ക് നഴ്സറി സ്കൂളില് അപ്പൊ ഈ പുണ്യസക്ക് ഡ്രസ് നോക്കട്ടെ അപ്പൊ പുണ്യസ സ്കൂളിൽ പോന്ന് റെഡി ആയിട്ടുണ്ട് ഇങ്ങ ഇരുന്നോ ഡ്രസ്സ് കാണിച്ചു കൊടുക്കട്ടെ കൈ അയ്യോ നീ നല്ല അടിപൊളി ഉടുപ്പുണ്ടല്ലോ അപ്പൊ ഇത് നമുക്ക് പുണ്യസക്ക് ബർത്ത്ഡേ കഴിഞ്ഞു പിന്നെ ഈ വർഷം നമുക്ക് വലുതാ ചെയ്തില്ല ഈ വർഷം ചെറുത് ചെയ്യുന്ന പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുണ്യസക്ക് ഇത് ബർത്ത്ഡേക്ക് നമുക്ക് പകുതി കാശ് നമുക്ക് വേറെ ഒരു കൊച്ചുണ്ടോ പാവം വീട്ടിലേക്ക് കൊച്ചുണ്ടോ അപ്പോൾ നമുക്ക് ആ കൊച്ചൊക്കെ സ്പോർട്സ് കളിക്കുന്നുണ്ടോ അപ്പോൾ വീട് ട്രിവാൻഡ്രം ഉണ്ട് കേട്ടോ ആ കൊച്ചൊക്കെ വീട് ട്രിവാൻഡ്രം ഉണ്ട് കൊച്ചൊക്കെ വേണ്ടി സ്പോർട്സൊക്കെ ഷൂ മേടിക്കുന്നതിന് വേണ്ടി ഞാൻ പുതിയൊക്കെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ആ കൊച്ചക്കും ഗിഫ്റ്റ് മേടിക്കാമല്ലോ അതിക്ക് വേണ്ടി ഞാൻ ഒരു സ്പോർട്സിക്ക് വേണ്ടി ഷൂ മേടിക്കുന്നു അപ്പം സ്പോർട്സിൽ നല്ല ബ്രാൻഡ് മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടും അപ്പോൾ ഞാൻ അത് പുണ്യസൊക്കെ പകുതി വാഗ് ആ കൊച്ചൊക്കെ കൊടുത്തു ഒരു സന്തോഷമല്ലേ നമുക്ക് സ്വന്തം ബർത്ത്ഡേ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും കുഞ്ഞി നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം പിന്നെ നമുക്ക് ഒരു ബ്ലെസ്സിങ്സ് പിന്നെ എൻ്റെ കൊച്ചൊക്കെ വേണ്ടി ബ്ലെസ്സിങ്സ് പിന്നെ എൻ്റെ ബർത്ത്ഡേയിൽ എല്ലാവർക്കും പറ്റും നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് സഹായിക്കും എപ്പോഴും നമുക്ക് സഹായിക്കും പറ്റില്ല എപ്പോഴും നമുക്കിട്ട് കാശുണ്ടാവില്ല പക്ഷേ നമുക്ക് ഈ ബർത്ത്ഡേ സമയത്ത് നമുക്ക് മാക്സിമം എല്ലാവർക്കും സഹായിക്കും പിന്നെ സഹായിക്കുന്ന ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ പുണ്യസക്ക് ബർത്ത്ഡേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ബൈ ബൈ പിന്നെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു കേട്ടോ ലൈക്ക് കുറവുണ്ട് കുറച്ച് ലൈക്ക്